10 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിക്കുന്നതോടുകൂടി ബാങ്ക് വിളിച്ച് ഉടനെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയമാകാതെ നിസ്കരിക്കാൻ അവനാ നിസ്കാരം നഷ്ടപ്പെട്ടു. എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ഹൈദുകാരിയാണെങ്കിൽ നോമ്പെടുത്താൽ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നോമ്പെടുക്കാൻ ഒരാൾ നിൽക്കേണ്ടതില്ല. ആ നോമ്പെടുക്കൽ ഹറാമാണ്. ഇബാദല്ലാഹ് ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും ആ റമളാനിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ 2 ഖുതുബകളിലായി സൂചിപ്പിച്ചു വന്നത്. റമളാനിൽ നോമ്പാണ് എന്ന് നമുക്കറിയാം. ആ റമളാനിൻ്റെ നോമ്പ് പിടിച്ചുവിടുവാൻ നാം പരിശ്രമിക്കാറുണ്ട്. എന്നാൽ എന്താണ് റമളാനിലെ നോമ്പ്? ആ നോമ്പിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ആ നോമ്പിൽ പാലിക്കേണ്ട ഷർത്തുകൾ, റുക്നുകൾ, അതുപോലെ തന്നെ മര്യാദകൾ, ആദാബുകൾ എന്തെല്ലാമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രതിഫലമേറെയാണ്. ഒരാൾ നിസ്കരിക്കുന്നു, പക്ഷെ ആ നിസ്കാരത്തിൻ്റെ റുക്നുകളോ വാജിബുകളോ ഷർത്തുകളോ ഒന്നും മനസ്സിലാക്കാതെ നിസ്കരിക്കുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക? അവനൊരു പക്ഷെ ആ നിസ്കാരം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നതുപോലെ ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഈ റമളാനിലെ നോമ്പ്, ആ നോമ്പിൻ്റെ ഷർത്തുകൾ അറിയണം. ആ റമളാനിലെ റുക്നുകളെക്കുറിച്ച്, നോമ്പിൻ്റെ റുക്നുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വിഷയമാണ് അതിൻ്റെ അദബുകൾ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. റമളാനിൻ്റെ നോമ്പിൻ്റെ അദബുകൾ അത് പാലിക്കാതെയാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ അതുപോലും ആ നോമ്പ് ബാത്തിലാക്കി കളയും എന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരാവർത്തി വായിക്കുന്ന ഏതൊരു മുഅ്മിനിനും മനസ്സിലാക്കാൻ സാധിക്കുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണ് നോമ്പ് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായത്തിൽ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ നോമ്പ് എന്തിനാണ് എന്നും ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരായി മാറുവാൻ എന്നതാണ് ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്. ഈ നോമ്പ് നമുക്ക് മാത്രമല്ല, നമുക്ക് മുൻകടന്ന നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കും അള്ളാഹു നിർബന്ധമാക്കിയിരുന്നു. അതിൻ്റെ ശൈലികളും രൂപങ്ങളും വേറെയായിരുന്നു എന്നത് മറ്റൊരു വിഷയമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്, വാജിബാണ്. തീർന്നില്ല. എന്താണ് നോമ്പ് എന്ന് പറയുന്നിടത്ത് 2 രൂപത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഭാഷാപരമായി നോമ്പ് എന്നത് അൽ ഇംസാഖ്, പിടിച്ചു വെക്കുക എന്നതാണ്. എന്നാൽ ശറഇന്റെ, മതനിയമത്തിന്റെ ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്താണ് നോമ്പ്. പ്രഭാതോദയം മുതൽ, സൂര്യോദയമല്ല, പ്രഭാതോദയം മുതൽ ഗുറൂബ് ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അന്നപാനീയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് നിയത്തോടുകൂടി വിട്ടു നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നതാണ് നോമ്പിൻ്റെ ശറഈയായ, മതപരമായ അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി വിശാലമായി കൊണ്ട് പറയുകയാണെങ്കിൽ, സിമ്പിളായി പറയുകയാണെങ്കിൽ, ചില പ്രത്യേകമായ വ്യക്തികൾക്ക് ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്ന് ചില പ്രത്യേകമായ സമയത്ത് നിയത്തോടുകൂടി വിട്ടു നിൽക്കുക, ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്
ഒരു നോമ്പായി മാറുന്നത്. ഒന്നാമത്തത് എന്താണ്? ചില പ്രത്യേകമായ വ്യക്തികൾക്ക് എന്നതാണ്. രണ്ടാമത്തത് ചില പ്രത്യേകമായ സമയത്ത് എന്നതാണ്. മൂന്നാമത്തത് ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്നും, അതായത് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നും നിയത്തോടുകൂടി മാറി നിൽക്കുക. അതാണ് നാലാമത്തെ കാര്യം. ഈ 4 കാര്യങ്ങൾ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ഒരു നോമ്പായി മാറുക. അപ്പോൾ ആരാണ് ചില പ്രത്യേകമായ വ്യക്തികൾ? മുസ്ലിം ആയിരിക്കണം, വകതിരിവെത്തിയ വ്യക്തിയായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, ഹൈദ് നിഫാസ് എന്നതിൽ നിന്ന് ശുദ്ധിയുള്ളവളായിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകണം. പ്രത്യേകമായ സമയമോ? പ്രഭാതോദയം. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സൂര്യ ഉദയം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. പ്രഭാതോദയം, അതായത് നമ്മുടെ ഫജറിന്റെ ബാങ്ക് വിളിക്കുന്ന സമയം, അതാണ് പ്രഭാതോദയം എന്ന് പറയുക. തുലൂഉൽ ഫജ്ർ, പ്രഭാതോദയം മുതൽ ഗുറൂബ് ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ചില ആളുകൾ മനസ്സിലാക്കിയത് ബാങ്കാണ് നിനാദം എന്നാണ്. ഒരു പള്ളിയിൽ ബാങ്ക് ഒരു 3 മിനിറ്റ് വൈകിട്ടാണ് വിളിക്കുന്നതെങ്കിലോ, സുബഹിന്റെ സമയത്ത് 8 മിനിറ്റ് നേരത്തെയാണ് വിളിക്കുന്നതെങ്കിലോ, ചില പള്ളികൾ അങ്ങനെയാണ്. സൂക്ഷ്മതയുടെ പേരിൽ എന്ന് പറഞ്ഞ് ബാങ്ക് സുബഹിന്റെ സമയത്ത് 5-10 മിനിറ്റ് നേരത്തെ വിളിക്കും. അവിടെയുള്ള അപകടം എന്താണ്? ആ അപകടത്തെ നമ്മൾ തിരിച്ചറിയണം. ഈ റമദാനിൽ പ്രത്യേകിച്ച് ആളുകൾ അത്താഴം കഴിച്ച് ഒതുവെടുത്ത് മുസല്ലയിൽ ഇരിക്കുന്ന സമയമാണ്. 10 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ഒരല്പം കിടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സുബഹി നിസ്കാരം നഷ്ടമാണ്. കാരണം എന്താ? 10 മിനിറ്റ് നേരത്തെ ബാങ്ക് വിളിക്കുന്നതോടുകൂടി ബാങ്ക് വിളിച്ച് ഉടനെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയമാകാതെ നിസ്കരിക്കാൻ അവൻ ആ നിസ്കാരം നഷ്ടപ്പെട്ടു. അതിന് കാരണക്കാരായി ചില പള്ളികളിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് റമദാനിൽ പ്രത്യേകമായി കൊണ്ട് സൂര്യൻ അസ്തമിച്ച് 3 മിനിറ്റ് വൈകി, സൂക്ഷ്മതയുടെ പേരിൽ എന്നാ പറയല്. ഈ സൂക്ഷ്മത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. 3 മിനിറ്റ് വൈകി ബാങ്ക് വിളിക്കുക, അതിലൂടെ നോമ്പ് തുറക്കുക എന്നത് വൈകുക, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ആദാബിൽ പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഈ നോമ്പ് അത് പ്രത്യേകമായ സമയമുണ്ട്. അതാണ് തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബു ശംസ് വരെ. അതുപോലെ തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ്. ഏതാ ചില പ്രത്യേകമായ കാര്യങ്ങൾ? അന്നപാനീയങ്ങൾ ഒഴിവാക്കണം. നോമ്പ് മുറിച്ചു കളയുന്നതായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ലൈംഗിക ബന്ധങ്ങൾ. അതുപോലെ തന്നെ ബുദ്ധി മറയുക, അതുപോലെ തൻ്റെ വികാരങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് ശുക്ലത്തെ പുറത്തു കളയിപ്പിക്കുക. ഇതെല്ലാം നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ ഏറ്റവും അടിസ്ഥാനം എന്താണ്? നീയത്തുണ്ടാകണം എന്നുള്ളതാണ്. നീയത്തുണ്ടാവുക എന്നത് അടിസ്ഥാനപരമായ കാര്യം. നീയത്തില്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ തുടങ്ങി 4 കാര്യങ്ങളാൽ പ്രത്യേകമാക്കിയതാണ് നോമ്പ് എന്നത്. എന്താണ് നോമ്പിന്റെ ഹിക്മത്ത്? യുക്തി എന്താണ്? നോമ്പ് നിർബന്ധമാക്കാനുള്ള യുക്തി പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അന്നഹു യുഹഖിഖു തഖ്വ, അവിടെ നമ്മുടെ സൂക്ഷ്മത ബോധം ഉറപ്പിക്കുകയാണ്. എങ്ങനെയെല്ലാം? അള്ളാഹു കൽപ്പിച്ച ഈ നിർബന്ധമായ നോമ്പ് അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിൽ വിധേയപ്പെട്ടുകൊണ്ടും, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മേൽപ്പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി നമുക്ക് അനുവദനീയമായ നമ്മുടെ ഭാര്യ പോലും റമദാനിന്റെ പകലിൽ നമ്മൾ മാറ്റി നിർത്തുകയാണ്. നമ്മുടെ ശഹവത്തുകളിൽ നിന്ന്, നമ്മുടെ വികാരങ്ങൾ ജനിക്കുമ്പോൾ പോലും അവരെ അതിൽ നിന്നും മാറ്റി നിർത്തുകയാണ് റമദാനിന്റെ പകലിൽ. അനുവദിക്കപ്പെട്ട ഭക്ഷണം, ഹലാലായി നമ്മൾ സമ്പാദിച്ച നമ്മുടെ ഭക്ഷണം, അത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ, വെള്ളം വീട്ടിലുണ്ടായിരിക്കെ, അവിടെയെല്ലാം റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, റബ്ബിനെ രഹസ്യത്തിൽ പോലും സൂക്ഷിച്ചുകൊണ്ട്, ആ ഒരു സമയത്ത് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിക്കൊണ്ട്, നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും പറഞ്ഞത്, പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകിയത്. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ദേഹേച്ഛകളിൽ നിന്നും മാറി നിൽക്കാൻ ഇതൊരൊറ്റ അവസരമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന മറ്റൊരു അധ്യായമാണ് റമദാനിന്റെ പകലിൽ അനുവദിക്കപ്പെട്ടതുപോലും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന ചിന്തനീയമായ ഒരു ബോധമാണ് നമുക്ക് ഇട്ടു നൽകുന്നത്. നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും റമദാനിന്റെ പകലിൽ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൂടാ?
ഇത് നമുക്ക് നമ്മുടെ ചിന്തകൾ ചലിപ്പിക്കേണ്ട, നമ്മുടെ ചിന്തകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ട കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതോടൊപ്പം തന്നെ ക്ഷമ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്ന് വിശന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് ആ പ്രയാസങ്ങളിൽ പോലും ക്ഷമ അവലംബിച്ചുകൊണ്ട് നമ്മൾ ആ നോമ്പിനെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. അതിൽ ക്ഷമയുണ്ട്. ആ ക്ഷമ മാത്രമല്ല, അതിലൂടെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ വിശപ്പിന്റെ പട്ടിണിയുടെ ആ കാഠിന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതും ഈ നോമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില ചിന്തനീയമായ പാഠങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം എന്താണ് നോമ്പിന്റെ ഷർത്തുകൾ? നോമ്പിന്റെ ഷർത്തുകൾ 3 രൂപത്തിലുണ്ട്. നോമ്പ് ശരിയാകാനുള്ള ഷർത്തുണ്ട്, നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുണ്ട്, നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള ഷർത്തുമുണ്ട്. ഈ 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ ഷർത്തിനെ എണ്ണിയിട്ടുള്ളത്. എന്താണ് നോമ്പ് ശരിയാകാനുള്ള ഷർത്ത്? എന്താണ് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത്? എന്താണ് നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള ഷർത്ത്? ഇത് നമ്മൾ വളരെ അടിത്തട്ടിലെത്തി പഠിക്കേണ്ട, ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. ഒന്ന്, ശുറൂത്ത് വുജൂബി സിയാം, നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തിൽ പണ്ഡിതന്മാർ എണ്ണിയത് 1 ബുലൂഗെത്തുക എന്നത്, പ്രായപൂർത്തിയെത്തുക എന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ഒരു വ്യക്തി, അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. ചെറിയ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തത് അൽ ഖുദ്റത്തു അല സൗം, നോമ്പെടുക്കാൻ കഴിവുണ്ടാകണം എന്നാണ്. അപ്പൊ അതിൽ രോഗികൾ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവർക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നോമ്പ് നിർബന്ധവുമല്ല. യാത്രക്കാരനും നോമ്പ് നിർബന്ധമല്ല. അതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ മേലും അവർക്ക് കഴിവില്ലാത്തത് അടിച്ചേൽപ്പിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ രോഗികളുടെ വിഷയത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചല്ലോ, ആ രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ല. രോഗം മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരു സമയത്ത് നോമ്പെടുക്കാം. ആർക്കാണ്, ഏത് രോഗികൾക്കാണ് നോമ്പ് ഒഴിവാക്കുക എന്നതൊക്കെ പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ്. അത് ആഴത്തിൽ ചെന്ന് നിങ്ങൾ പഠിക്കണമെന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. മൂന്നാമത്തത് ഇഖാമത്തുണ്ടാകണം, അതായത് നാട്ടിൽ താമസിക്കുന്നവനായിരിക്കണം. എന്ന് വച്ചാൽ മുസാഫിറാകാൻ പാടില്ല, യാത്രക്കാരനാകാൻ പാടില്ല എന്ന് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകളിൽ പറയുന്നുണ്ട്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, രോഗിയാണോ യാത്രക്കാരനാണോ നിങ്ങൾ മറ്റൊരു ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊള്ളൂ. നിങ്ങളുടെ യാത്രയിലോ നിങ്ങളുടെ രോഗാവസ്ഥയിലോ നിങ്ങൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതിലൂടെ അവർക്ക്, അത്തരം ആളുകൾക്ക് പ്രത്യേകമായ സാഹചര്യം ഉള്ളതുകൊണ്ട് നോമ്പ് നിർബന്ധമല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോ നാട്ടിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി ശുറൂത്തുകളിൽ, നിബന്ധനകളിൽ രണ്ടാമത്തത് ശുറൂത്തു സിഹത്തി സൗം, നോമ്പ് ശരിയാകാനുള്ള, സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകൾ എന്താണ്? ആ ഷർത്തുകൾ പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ ഒന്നാമത്തത് അത്തമീസാൻ, വകതിരിവെത്തണം, വകതിരിവുണ്ടാകണം. നേരത്തെ പറഞ്ഞത് ബുലൂഗാൻ, പ്രായപൂർത്തിയെത്തുക എന്ന്. പ്രായപൂർത്തിയെത്തുന്നതിന് ചില അടയാളങ്ങളുണ്ട്. ഒന്നുകിൽ കക്ഷരോമമോ ഗുഹ്യരോമമോ മുളയ്ക്കുക, അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക, അതല്ലെങ്കിൽ മീശ മുളയ്ക്കുക. അതുമല്ല, ഈ ഒരു അടയാളവും കണ്ടിട്ടില്ലെങ്കിൽ അവന് 15 വയസ്സ് തികയുക എന്നത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു. എന്നാൽ തമ്മീസ് അങ്ങനെയല്ല. 8 വയസ്സാകുമ്പോൾ 7 വയസ്സാകുമ്പോൾ ചില ആളുകൾക്ക് കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധി അവന് വളർന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരെയാണ് തമ്മീസ് എന്ന് പറയും, കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം എന്താ? അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ശരിയാകൂല എന്ന് പറയാൻ കാരണം നീയത്ത് അടിസ്ഥാനമായി പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. തമ്മീസ് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വകതിരിവെത്താത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നീയത്ത് വയ്ക്കുക സാധ്യമല്ല. നീയത്ത് അടിസ്ഥാനമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമതായി കൊണ്ട് ശുറൂത്തു സിഹത്തി സൗം എന്ന് പറയുന്നിടത്ത് രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞത് അന്നിയ്യത്തു മിനൽ ലൈലി, രാത്രിയിൽ നിന്ന് നീയത്തുണ്ടാകണം. നീയത്ത് 2 രൂപത്തിലുണ്ട്. വാജിബായ നോമ്പിനൊരു സമയത്താണ്, എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് വിശാലമാണ് നീയത്ത് വെക്കാനുള്ള സമയം. വാജിബായ റമളാനിന്റെ നോമ്പ് പോലെയുള്ള നോമ്പുകൾക്ക് അതിൻ്റെ പ്രഭാതോദയത്തിനു മുമ്പ് തന്നെ നീയത്തുണ്ടാകണമെന്നാണ്.
എന്നാൽ സുന്നത്തായ നോമ്പുകൾക്കോ? സുന്നത്തായ നോമ്പുകൾക്ക് പ്രഭാതോദയത്തിന് ശേഷവും നിയത്ത് ചെയ്യാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാരത്തിന് ശേഷം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല എന്ന് കാണുന്ന സമയം, എന്നാൽ ഞാൻ ഇന്ന് നോമ്പാണ് എന്ന് നിയത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത് അസറിന്റെ സമയത്താണ്. അസറിന്റെ സമയം വരെ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം വന്നിട്ടില്ല എങ്കിൽ അവൻ അപ്പോൾ വേണമെങ്കിലും നിയത്ത് വയ്ക്കാം, ഇന്ന് ഞാൻ നോമ്പുകാരനാണ് എന്ന് നിയത്ത് വയ്ക്കാം എന്നാണ്. ഇത് സുന്നത്തായ നോമ്പിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചതാണ്. എന്നാൽ വാജിബായ റമദാനിന്റെ നോമ്പിന്റെ വിഷയത്തിൽ ഓരോ ദിവസവും പ്രബലമായ അഭിപ്രായമാണ്, ഓരോ ദിവസവും അതിൻ്റെ പ്രഭാതോദയത്തിനു മുമ്പ് നിയത്ത് വയ്ക്കണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് നിയത്തില്ലാതെ ഒരാൾ പ്രഭാതോദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി പട്ടിണി കിടന്നാലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാലും ശരി, അവന്റെ നോമ്പ് സ്വീകാര്യമല്ല. അതുകൊണ്ട് നോമ്പ് ശരിയാകണമെങ്കിൽ, അതാണ് ശുറൂത്തു സിഹ്ഹത്തി സൗം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, നോമ്പ് ശരിയാകണമെങ്കിൽ നീയത്ത് ഫജ്റിന് മുമ്പുണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മൂന്നാമത്തത് എന്താണ്? ശുറൂത്തു സിഹ്ഹത്തി സൗമിൽ നോമ്പ് ശരിയാകാനുള്ള ഷർത്തുകൾ പഠിപ്പിക്കുന്നിടത്ത് മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞത് ഫിൽ വഖ്ത്, സമയബന്ധിതമായിരിക്കണം, സമയത്തായിരിക്കണം, പഠിപ്പിക്കപ്പെട്ട സമയത്ത് നോമ്പെടുക്കണം. എന്ന് വെച്ചാൽ പെരുന്നാളിന്റെ സുദിനത്തിൽ നോമ്പെടുക്കുക എന്നത് ഹറാമാണ്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല. രാത്രികളിൽ നോമ്പെടുക്കുക എന്നതും പാടില്ലാത്തതാണ്. പഠിപ്പിക്കപ്പെട്ട സമയം എന്നത് തുലൂഉൽ ഫജ്ർ മുതൽ ഖുറൂബു ശംസ് വരെ. ഫജ്ർ ബാങ്ക് വിളിക്കുന്ന നമ്മുടെ സാങ്കേതികമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സുബഹിന്റെ ബാങ്കിന്റെ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ എന്നതാണ് അതിന്റെ വക്ത്, അതിന്റെ സമയം. ആ സമയത്തായിരിക്കുക എന്നതും അതുപോലെ തന്നെ പെരുന്നാളിന്റെ സുദിനത്തിലായിരിക്കുക ആയിരിക്കരുത് എന്നതുമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എങ്കിലേ നോമ്പ് ശരിയാകുകയുള്ളൂ. ഒരാൾ പെരുന്നാളിന്റെ ദിവസത്തിൽ നോമ്പെടുത്താലോ ആ നോമ്പ് ശരിയാവുകയുമില്ല, അത് ഹറാമുമാകും. രാത്രിയിൽ നോമ്പെടുത്താലോ ആ നോമ്പും ശരിയാവുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇനി മൂന്നാമത്തതോ ശുറൂതു വുജൂബി വസിഹത്തി സിയാം, നോമ്പ് ശരിയാകാനും നോമ്പ് സ്വീകരിക്കപ്പെടാനും കാരണമാകുന്ന ഷർത്തുകൾ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ഷർത്തുകളാണ്. ഒന്നാമത്തത് അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കണം. എന്ന് വെച്ചാൽ കാഫിറിന്റെ നോമ്പ് സ്വീകരിക്കപ്പെടില്ല. കാഫിറിന് നോമ്പ് നിർബന്ധവുമല്ല. ഇത് പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകമായി ഊന്നി പഠിപ്പിക്കുന്നത് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പറയുമ്പോൾ അവിടെ ആ കാഫിർ നോമ്പെടുക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് കുറ്റം കിട്ടും, ശിക്ഷയുണ്ടാകും, അവൻ കുറ്റക്കാരനാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വീണ്ടും പറഞ്ഞത് 20 വയസ്സ് വരെ ഒരു കണക്ക് വെച്ചുകൊണ്ട് പറയുന്നു. ഒരു 20 വയസ്സ് വരെ ഒരാൾ കാഫിറായി ജീവിച്ചു, അതിനുശേഷം മുസ്ലിമായി എങ്കിൽ പിന്നെ അവന്റെ 20 വർഷത്തെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ നോമ്പുകൾ പിടിച്ചു വീടേണ്ടതില്ല, അവൻ കുറ്റക്കാരനല്ല. എന്നാൽ 20 വയസ്സ് വരെ മുസ്ലിമായി പിന്നീട് മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എങ്കിൽ അവന്റെ 20 വയസ്സിന് ശേഷമുള്ള ആ നോമ്പിന്റെ വിഷയത്തിൽ അവൻ കുറ്റക്കാരനാണ് എന്നാണ്, അവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് കാഫിറാണ്, നോമ്പ് നിർബന്ധമല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവന് നോമ്പെടുത്താൽ നോമ്പ് ശരിയാവുകയില്ല എന്ന് പറയുന്നതോടൊപ്പം അവൻ നോമ്പെടുക്കാത്തതിന്റെ വിഷയത്തിൽ അവൻ കുറ്റക്കാരനാണ്. ഏതുപോലെ അവൻ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് പോകും എന്നതുപോലെ തന്നെ അവൻ നോമ്പെടുക്കാത്തതിന്റെ പേരിൽ, അതായത് ഇസ്ലാം സ്വീകരിച്ച് നോമ്പെടുക്കണം എന്നതാണ് അതിന്റെ തത്വം, അത് സ്വീകരിക്കാത്തതിൻ്റെയും നോമ്പെടുക്കാത്തതിൻ്റെയും പേരിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. രണ്ടാമത്തത് ബുദ്ധി ഉണ്ടാകണം എന്നാണ്. ബുദ്ധിയില്ലാത്ത ഒരാൾ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുത്തു കഴിഞ്ഞാലോ നോമ്പ് സ്വീകരിക്കപ്പെടുകയുമില്ല. കാരണം എന്താ? ബുദ്ധിയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് നിയത്ത് വയ്ക്കുക? അതുകൊണ്ട് തന്നെ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല, നോമ്പെടുത്താൽ ശരിയാവുകയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഷർത്ത് എണ്ണിയപ്പോൾ പ്രത്യേകം എണ്ണിയത് നോമ്പ് ശരിയാകാനും നോമ്പ് നിർബന്ധമാകാനുമുള്ള ഷർത്തുകളിൽ ബുദ്ധി ഉണ്ടാവുക എന്നത് പ്രത്യേകം പറഞ്ഞത്. അതിൽ തന്നെ 2 വിഭാഗം ആളുകൾ, ബുദ്ധി ഉണ്ടാവുക എന്നതിൽ 2 വിഭാഗം ആളുകൾ. ഒന്ന്, ബുദ്ധി ഇടയ്ക്ക് വരും, എന്നാൽ ചില സമയങ്ങളിൽ ബുദ്ധി നഷ്ടപ്പെടും, അങ്ങനെയുള്ള രോഗികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നോമ്പെടുക്കൽ അവർക്ക് വാജിബാണ്.
എന്നാൽ ബുദ്ധി നഷ്ടപ്പെടുന്ന സമയത്തോ അയാൾക്ക് നോമ്പെടുക്കൽ വാജിബുമല്ല, അയാൾ പിന്നീട് നോറ്റുവിട്ടേണ്ടതുമില്ല. അതോടൊപ്പം ഒരാൾ റമദാനിൻ്റെ പകലിൽ ബുദ്ധി ഉണ്ടായിരുന്നു, ഉച്ചയോടുകൂടി അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു എങ്കിൽ അവൻ്റെ നോമ്പ് ബാത്തിലായി, അവൻ നോമ്പ് പിന്നീട് വീട്ടേണ്ടതുമില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇനി ഈ ബുദ്ധി ഉണ്ടാവുക എന്നതിൽ രണ്ടാമത്തെ ഒരു വിഭാഗം ഒരു പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അബോധാവസ്ഥ. ഒരാൾ ആക്സിഡൻ്റായി അല്ലെങ്കിൽ രോഗിയായി. ഇപ്പോൾ ഇന്നലെ ഞാൻ അറിഞ്ഞ ഒരു വാർത്ത, നമ്മുടെ ഒരു സഹോദരൻ, ഹിക്കമിയായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ബ്രെയിനിൽ ചില അണുബാധ ബാധിച്ച് ഇന്നലെ മുതൽ അബോധാവസ്ഥയിൽ ഇതുവരെ ബോധം തെളിയാതെ ICUയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രോഗം എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള അബോധാവസ്ഥയിൽ അവൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ, അതായത് തുലൂഹുൽ ഫജ്റിന് മുമ്പ് അയാൾ നിയത്ത് ചെയ്തു, അത്താഴമൊക്കെ കഴിച്ചു, പെട്ടെന്നാണ് ബോധക്ഷയം ഉണ്ടായത് ഫജ്ർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. പിന്നീട് ആ ബോധം തിരിച്ചു വന്നത് മഗ്‌രിബിന് ശേഷമാണെങ്കിൽ അയാൾ ആ നോമ്പിന് നിയത്ത് വച്ചിട്ടും കാര്യമില്ല. റമദാനിൻ്റെ പകലിൽ അല്പം പോലും ബോധത്തോടു കൂടി കഴിയാത്തത് കൊണ്ട് ആ നോമ്പ് അവന് സ്വീകാര്യമല്ല, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. എന്നാൽ റമദാനിൻ്റെ പകലിൽ അല്പമെങ്കിലും ബോധം വന്നാലോ ആ നോമ്പ് പരിഗണനീയവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മൂന്നാമത്തെ ഷർത്ത്, നോമ്പ് നിർബന്ധമാകാനും ശരിയാകാനുമുള്ള മൂന്നാമത്തെ ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഹൈദ് നിഫാസിൽ നിന്ന് മുക്തമായിരിക്കണം, ശുദ്ധിയായിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദും നിഫാസുമുള്ള പെണ്ണുങ്ങൾക്ക് ആ സമയത്ത് അവർക്ക് നിർബന്ധമല്ല നോമ്പ്. ആ സമയത്ത് അവർ നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയുമില്ല. അത് നോമ്പെടുക്കൽ ഹറാമുമാണ്. ഇനി ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ, ഞാനെന്താ ഹൈദിൻ്റെ സമയത്ത് നോമ്പെടുത്ത എന്താ പ്രശ്നം എന്ന് പറഞ്ഞൊരാൾ, ഒരു പെണ്ണ് നോമ്പെടുക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ അത് കുഫറുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ഹൈദുകാരിയാണെങ്കിൽ നോമ്പെടുത്താൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നോമ്പെടുക്കാൻ ഒരാളും നിൽക്കേണ്ടതില്ല. ആ നോമ്പെടുക്കൽ ഹറാമാണ്, അത് ശരിയാവുകയുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധവുമല്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നോമ്പിൻ്റെ ഷർത്തുകളെ കൃത്യമായി ആഴത്തിലേക്ക്, ഞാനൊരു ഔട്ട്ലെറ്റ് മാത്രമാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഈ ഖുതുബയിൽ പറഞ്ഞു പോയത്. നിങ്ങൾ ആഴത്തിലേക്ക് പഠിക്കാൻ ശ്രമിക്കണം. ആർക്കാണ് ഇളവുള്ളത്, ആരാണ് രോഗി, എങ്ങനെയുള്ള രോഗിക്കാണ് നോമ്പിളവുള്ളത്, ഏത് യാത്രക്കാരനാണ് നോമ്പിളവുള്ളത്, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങൾ വിശദമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമദാനിൻ്റെ നോമ്പ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കിയാണ്. ആ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട മതവിധികൾ നമ്മൾ ആഴത്തിൽ പഠിച്ചിരിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് അതിൻ്റെ മര്യാദകൾ, ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, അത് പഠിച്ച് അത് പാലിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് എടുക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതിൽ 8ഓളം അദബുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത് അസ്സഹർ എന്നാണ്, അത്താഴം കഴിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ അത്താഴത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്, ഈ ഉമ്മത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത അത് അത്താഴമെന്നാണ്. മറ്റു ഇതര സമൂഹങ്ങളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിൻ്റെ നോമ്പ് വ്യതിരിക്തമാകുന്നത് അത്താഴം കഴിക്കുക എന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തീർന്നില്ല, നമ്മൾ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണല്ലോ. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ ബറക്കത്ത് ഇരിക്കുന്നത് അത്താഴത്തിലാണെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, ആ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്താഴത്തിൻ്റെ സമയത്ത് എണീക്കുക എന്നതുകൊണ്ട് മാത്രം അത്താഴം കഴിക്കലായിട്ടില്ല, അത് പരിഗണനീയവുമല്ല, അതിന് ബറക്കത്തുണ്ടാവുകയില്ല. അത്താഴത്തിൻ്റെ സമയത്ത് എണീറ്റ് ഒരു റുക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകാൻ. തസഹറു വലൗ ബി ജസ്അത്തിൻ മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം ഒരു റുക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അതിൽ രണ്ടാമത്തെ പ്രത്യേകതയാണ് സുന്നത്തായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം അത് തമ്ര കൊണ്ടായിരുന്നു എന്ന്. ഈത്തപ്പഴം കഴിക്കുക എന്നത് അത്താഴത്തിന്റെ സമയത്ത് സുന്നത്തായ വിഷയമാണ്. ആ സുന്നത്ത് വളരെ നിസാരമായി നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൂലികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രവാചകന്റെ സുന്നത്താണ് അത്താഴത്തിന്റെ സമയത്ത് ഒരു ഈത്തപ്പഴം കഴിക്കുക എന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു സുന്നത്താണ് ആ അത്താഴം വൈകിപ്പിക്കുക എന്നത്. അത്താഴം വൈകിപ്പിക്കണം. നിങ്ങൾ തുലൂഉൽ ഫജ്ർ ഭയപ്പെടുന്നില്ല എങ്കിൽ അത്താഴം വൈകിപ്പിക്കാൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകണം. ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അഖറു സഹൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും. എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും. എപ്പോൾ? അത്താഴം വൈകിപ്പിക്കുന്ന കാലത്തോളം ഖൈറിലായിരിക്കും എന്ന് വെച്ചാൽ ബാങ്ക് വിളിക്കാൻ വരെ കാത്തു നിൽക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സുന്നത്തിൽപ്പെട്ടതാണ് അത്താഴം കഴിച്ച് ബാങ്കിനിടയിൽ 50 ആയത്ത് ഓതുന്ന സമയമുണ്ടാകുമെന്ന്. ഇനി ഒരാൾ അല്പം നേരത്തെ ഒരല്പം വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ സമയമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വായിലിരിക്കുന്ന ഭക്ഷണം പോലും തുപ്പിക്കളയെന്നാണ്. ചില ആളുകൾ ധരിച്ചു വെച്ചത് വായിലിരിക്കുന്ന ഭക്ഷണവും മുന്നിലിരിക്കുന്ന ഭക്ഷണവും കഴിക്കാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ചില പള്ളികളിൽ നേരത്തെ ബാങ്ക് വിളിക്കുന്നത് പരിഗണനീയമല്ല, എന്നാൽ കൃത്യമായ സമയം തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, ചില ആളുകൾ വേറെ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ബാങ്ക് വിളിച്ച് തീരുന്നത് വരെ സമയമുണ്ടെന്നാണ്. അങ്ങനെയുമില്ല. ബാങ്ക് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് വിളി തന്നെ മാനദണ്ഡമല്ല. തുലൂഉൽ ഫജ്റിന്റെ സമയമെത്തുക എന്നതാണ് മാനദണ്ഡം. ആ സമയമെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ, വെള്ളമുണ്ടെങ്കിൽ അത് തുപ്പിക്കളയണം എന്നാണ്. ഇനി ഒരാൾക്ക് സംശയമാണ് സമയം എത്തിയോ ഇല്ലയോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് സൂക്ഷ്മത എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് വൈകിപ്പിക്കുക എന്നത്, സമയമെത്തുന്നത് വരെ വൈകിപ്പിക്കുക എന്നതിൽ സുന്നത്തില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അത്താഴത്തിന്റെ സമയം 50 ആയത്ത് ഓതാനുള്ള ഗ്യാപ്പ് അത്താഴത്തിനും തുലൂഉൽ ഫജ്റിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ്. തീർന്നില്ല. നാലാമത്തെ സുന്നത്ത് എന്നത് ആ നോമ്പ് തുറക്കുന്നത് ധൃതി കാണിക്കുക എന്നത്. അതും സമയമായതിനു ശേഷമാണ് ധൃതി കാണിക്കേണ്ടത്. ചില ആളുകൾ ഫോണിൽ നോക്കും, ഫോണിൽ സമയം തെറ്റായിരിക്കും, 1 മിനിറ്റ് നേരത്തെ ആയിരിക്കും ഫോണിൽ. ആ ഫോൺ നോക്കിയിട്ട് ധൃതി കാണിക്കും. ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് സമയമായതിനു ശേഷമുള്ള ധൃതി കാണിക്കലാണ്, സമയമാകുന്നതിനു മുമ്പുള്ള ധൃതി കാണിക്കലല്ല. സമയമായതിനു ശേഷം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. അതല്ലാതെ സൂക്ഷ്മതയുടെ പേരിൽ 3 മിനിറ്റ് വീണ്ടും വൈകിപ്പിച്ച് ബാങ്ക് വിളിച്ച് പിന്നെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഖൈറിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകണം. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം, പക്ഷേ തുറക്കുന്ന സമയം അതായതിനു ശേഷമായിരിക്കണം ധൃതി കാണിക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ. 5-മത്തത് നമ്മുടെ നാവിനെ സംരക്ഷിക്കണം. റമളാനിന്റെ രാപ്പകലുകളിൽ നമ്മുടെ നാവുകൾ, അതല്ലാത്ത സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് റമളാനിന്റെ പകലിലും രാത്രികളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിഫ്ദുൽ ലിസാൻ, അതുപോലെ തന്നെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അൻ കസ്റത്തിൽ കലാം, ഒരുപാട് സംസാരിക്കുക എന്നതും, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുക എന്നതിൽ നിന്ന് പിടിച്ചു വെക്കുക നാവിനെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മല്ലം യദ് ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ റമളാനിന്റെ പകലിൽ നോമ്പ് നോക്കുന്നു, എന്നിട്ട് അവന്റെ നാവ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ, ഖൗല സൂർ, മറ്റുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ന്യൂനതകൾ പറഞ്ഞു പരത്തുന്നവൻ, അതുപോലെ തന്നെ കളവ്, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, തെറി പറയുക, ഇങ്ങനെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ്, നിങ്ങളുടെ നോമ്പ് പരിഗണനീയമല്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ സംരക്ഷിക്കണം. അത് നോമ്പെടുക്കുന്നതിലെ ആദാബായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി ഒരാൾ നമ്മുടെ അടുക്കൽ ശണ്ട കൂടാൻ, തെറി പറയാൻ, നമ്മുടെ മുന്നിൽ വഴക്കു കൂടാൻ വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു.
രഹസ്യമല്ലാതെ പരസ്യമായി കേൾക്കുന്ന രൂപത്തിൽ ഇന്നി സ്വാഹിമുൻ മർറത്തൈൻ, 2 പ്രാവശ്യം ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് പറയണമെന്നാണ്. കാരണം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ചണ്ട കൂടാനോ വഴക്കു കൂടാനോ അങ്ങനെ തിരിച്ചു പ്രതികരിച്ച് മോശപ്പെട്ട വാക്കുകൾ പറയാനോ ഒരിക്കലും നോമ്പുകാരൻ പ്രത്യേകിച്ച് പാടില്ലാത്ത വിഷയമാണ്. അങ്ങനെയുള്ളവന്റെ നോമ്പ് അതിൽ നുക്സാനുകൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 6ാമത്തെ അദബുകളിൽ പെട്ടതാണ് പ്രാർത്ഥന ഉണ്ടാവുക എന്ന്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നോമ്പിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നോമ്പുകാരന്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അത് ലാ തുറദ്, ഒരിക്കലും തള്ളുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 7ാമത്തത് നോമ്പ് തുറപ്പിക്കുക എന്നത്. ഈ പള്ളിയിൽ ഒരു പക്ഷേ നോമ്പ് തുറയും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായേക്കാം, അതിനുള്ള ചിലവുകൾ ഉണ്ടാവാം, അതൊരു പക്ഷേ ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം. എന്നാലും ആ ഒരു വിഹിതത്തിൽ എൻ്റെയും വിഹിതമുണ്ടാകണം എന്ന് ഈ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ പള്ളിയിൽ എല്ലാം തികഞ്ഞുവെങ്കിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ ചില ആളുകളെയെങ്കിലും കണ്ടെത്തണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ല അജ്രി. ഒരു മനുഷ്യൻ മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നോമ്പിന് തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവനും ഉണ്ടാകും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകണം. നോമ്പെടുക്കാതെ തന്നെ ഒരു നോമ്പുകാരന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു മഹനീയമായ ലളിതമായ ഒരു പ്രവർത്തനമാണ് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. കൂടിപ്പോയാൽ സഹോദരങ്ങളെ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ 100 രൂപ ചെലവാകും. നമ്മൾ ഓരോ ദിവസവും 100 രൂപ മാറ്റി ഒരു 3000 രൂപ ഈ ഒരു മാസത്തേക്ക് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരലോകത്ത് 3000 അല്ല എത്രയായിരം കോടികളാണ് നമുക്ക് കിട്ടാനിരിക്കുന്നത് എന്ന് കണക്കില്ലാത്ത പ്രതിഫലമാണ് നോമ്പിന്റെ വിഷയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത് നമ്മൾ പ്രത്യേകം നിയത്ത് വെക്കണം, ഒരല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ രഹസ്യമായി കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന. ഇന്ന് ചില ആളുകൾ നേരെ തിരിച്ചാണ്, നോമ്പ് തുറപ്പിക്കുന്നതിന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പരസ്യം ചെയ്യുന്നു. പരസ്യമായ നോമ്പ് തുറയല്ല വേണ്ടത്, രഹസ്യമായ നോമ്പ് തുറകൾ നമ്മൾ തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു മനസ്സ്, ഒരു മനോഗതി നമുക്കുണ്ടാകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ എല്ലാം വായിക്കാൻ സാധിക്കുന്നത് പാവപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 8ാമത്തത് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. എന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് തുറന്നതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളവും കാരക്കയും ഒക്കെ കുടിച്ച് കഴിച്ച് അതിനുശേഷം നമ്മുടെ ഈ പ്രാർത്ഥന, റബ്ബേ നീ എന്നിൽ നിന്ന് ഈ നോമ്പിനെ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, ആ നോമ്പുകാരന്റെ പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, അദബുകൾ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ, അതിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ അല്ലാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.